കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ഹൗസിന് ബജറ്റിൽ കൂടുതൽ തുക അനുവദിക്കണമെന്ന് ഹജ്ജ് വെൽഫെയർ അസോസിയേഷൻ. ഹജ്ജ് ഹൗസിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കണം. കഴിഞ്ഞ ബജറ്റിൽ 5 കോടി അനുവദിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ ബജറ്റിലാണ് നിർദ്ദിഷ്ട ഹജ്ജ് ഹൗസിന്റെ നിർമ്മാണത്തിനായി 5 കോടി രൂപ വകയിരുത്തിയത്. എന്നാൽ ബജറ്റിൽ പണം പ്രഖ്യാപിച്ചതല്ലാതെ ഹജ്ജ് ഹൗസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ലെന്ന് കണ്ണൂർ ഹജ്ജ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 2023 കണ്ണൂർ വിമാനത്താവളത്തിലെ കേരളത്തിലെ 3ാമത്തെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റായി തെരഞ്ഞെടുത്തത്. അന്നുമുതൽ ഹജ്ജ് ഹൗസ് എന്ന പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. ആദ്യ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. കണ്ണൂരിലെ ഹജ്ജ് ഹൗസിനെതിരായി കോഴിക്കോട്, മലപ്പുറം എന്നിവ കേന്ദ്രീകരിച്ച് ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു. ഇതിന്റെ വലിയ വിഷയമെന്ന് പറയുന്നത് ഇത് കോഴിക്കോടുള്ള ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സംശയം നമുക്കുണ്ട്. കാരണം കോഴിക്കോട് 2023 യാത്ര തിരിച്ചത് 5000-ഓളം ആളുകളായിരുന്നു ഹജ്ജിന് യാത്ര വെച്ചത്. അത് 2026 എത്തി നിൽക്കുമ്പോൾ 1000 ആളുകളാണ് ഇപ്രാവശ്യം ഹജ്ജിന് കോഴിക്കോട് ഹജ്ജ് ക്യാമ്പിൽ നിന്ന് പുറപ്പെടുന്നത്, എംബാർക്കേഷൻ വഴി പുറപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊച്ചിയും കണ്ണൂരും കോഴിക്കോടും അപേക്ഷിച്ച് മൂന്ന് റേറ്റാണ്. കണ്ണൂരിൽ പൈസ കുറവാണ്, അതേപോലെ കൊച്ചിയിൽ പൈസ കുറവാണ്. പക്ഷെ കോഴിക്കോട് വലിയ തുക കൊടുത്തിട്ടാണ് ഹജ്ജിന് ആളുകൾക്ക് പോകേണ്ടി വരുന്നത്. പക്ഷെ അവർ പറയുന്ന കാരണം വലിയ ഫ്ലൈറ്റ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എന്നാണ്. പക്ഷെ നമ്മൾ എയർലൈൻസിന്റെ ടെൻഡർ വിളിക്കുമ്പോൾ വേറെ ടെൻഡറുമാണ് ഇപ്പോ എയർലൈൻസിനെ വിളിക്കുന്നത്. അങ്ങനെ ഒറ്റ ടെൻഡർ വിളിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. വിമാന നിരക്കിലെ വർധനവ് കാരണം കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. മലബാറിലെ പ്രധാന ഹജ്ജ് കേന്ദ്രമായി കണ്ണൂർ മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് അനിവാര്യവുമാണ്. ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസുകളുടെ ഉദ്ഘാടനത്തിനായി മന്ത്രി വി അബ്ദുറഹിമാൻ കണ്ണൂരിലെത്തിയപ്പോൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ഹജ്ജ് ഹൗസിന്റെ നിർമ്മാണകാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും മന്ത്രി പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഹജ്ജ് ഹൗസിന് ഭരണാനുമതിയും ലഭിച്ചിട്ടില്ല. 4000-ലധികം തീർത്ഥാടകരാണ് കണ്ണൂരിൽ നിന്നും യാത്ര പുറപ്പെടുന്നത്. ഇത്രയും തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനം ഇന്ന് മട്ടന്നൂരിലില്ല. ഇത് എംബാർക്കേഷൻ പോയിന്റ് എന്ന സ്ഥാനം പോലും മട്ടന്നൂരിന് നഷ്ടമാകാൻ ഇടയാക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് റസാഖ് മണക്കായി, ജനറൽ സെക്രട്ടറി ഹനീഫ കാരക്കുന്ന്, വൈസ് പ്രസിഡന്റ് KN ഹാഷിം, താജുദ്ദീൻ മട്ടന്നൂർ, റഫീഖ് വളോറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.